എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കേരള സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി അടുത്തിടെ നിയമിക്കപ്പെട്ടത് ആരാണ്? കേരള സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി അടുത്തിടെ നിയമിക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഡോക്ടർ എ കൗശികൻ. ഡോക്ടർ എ കൗശികനാണ് കേരള സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിക്കപ്പെട്ടത്. 2026 മെയ്യിൽ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? 2026 മെയ്യിൽ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? ആൻസർ ഓപ്ഷൻ ബി, സിക്കിം. സിക്കിമാണ് 2026 മെയ്യിൽ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. സ്വിറ്റ്സർലാൻഡിനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രാജ്യമെന്ന പദവി അടുത്തിടെ സ്വന്തമാക്കിയ രാജ്യം ഏതാണ്? സ്വിറ്റ്സർലാൻഡിനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രാജ്യം എന്ന പദവി അടുത്തിടെ സ്വന്തമാക്കിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഐസ്ലാൻഡ്. ഐസ്ലാൻഡാണ് സ്വിറ്റ്സർലാൻഡിനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രാജ്യം എന്ന പദവി അടുത്തിടെ സ്വന്തമാക്കിയ രാജ്യം. ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് പാസാക്കുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് പാസാക്കുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, അസം. അസമാണ് ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് പാസാക്കുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനം. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ഏത് ടീമാണ്? 2026 IPL കിരീടം നേടിയത് ഏത് ടീമാണ്? ആൻസർ ഓപ്ഷൻ ഡി, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തത് ഏത് രാജ്യത്തേക്കാണ്? കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തത് ഏത് രാജ്യത്തേക്കാണ്? ആൻസർ ഓപ്ഷൻ ബി, അമേരിക്ക. അമേരിക്കയിലേക്കാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തത്. അടുത്തിടെ നടന്ന ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? അടുത്തിടെ നടന്ന ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ചൈന. ചൈനയാണ് അടുത്തിടെ നടന്ന ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം. പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളെ അടിച്ചമർത്തുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളെ അടിച്ചമർത്തുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാനാണ് പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളെ അടിച്ചമർത്തുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതി. ലോക പാൽ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പാൽ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, ജൂൺ 1. ജൂൺ 1 ലോക പാൽ ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ കൃത്രിമ ബുദ്ധിയധിഷ്ഠിത കെട്ടിടാനുമതി സംവിധാനം ആരംഭിച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? രാജ്യത്തെ ആദ്യ കൃത്രിമ ബുദ്ധി അധിഷ്ഠിത കെട്ടിടാനുമതി സംവിധാനം ആരംഭിച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് രാജ്യത്തെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി അധിഷ്ഠിത കെട്ടിടാനുമതി സംവിധാനം ആരംഭിച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ അജയ് മൊബൈൽ ആപ്പും PM അജയ് പോർട്ടലും ഏതു വിഭാഗത്തിൻ്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ടതാണ്? കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം അടുത്തിടെ പുറത്തിറക്കിയ അജയ് മൊബൈൽ ആപ്പും PM അജയ് പോർട്ടലും ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി, പട്ടികജാതി വിഭാഗം. പട്ടികജാതി വിഭാഗത്തിൻ്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ടതാണ് അജയ് മൊബൈൽ ആപ്പും PM അജയ് പോർട്ടലും. ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച വിമാനത്താവളം ഏതാണ്?
ആൻസർ ഓപ്ഷൻ ബി കൊച്ചി. കൊച്ചി വിമാനത്താവളമാണ് ഇന്ത്യയിലാദ്യമായി ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച വിമാനത്താവളം. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ സി യുണൈറ്റഡ് ബൈ യൂണീക്ക്. യുണൈറ്റഡ് ബൈ യൂണീക്ക് എന്നതാണ് 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. മാധവ് ഗാഡ്ഗിൽ മലനിരകളുടെ കാവൽക്കാരൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മാധവ് ഗാഡ്ഗിൽ മലനിരകളുടെ കാവൽക്കാരൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി സിതാര പോൾ. സിതാര പോളാണ് മാധവ് ഗാഡ്ഗിൽ മലനിരകളുടെ കാവൽക്കാരൻ എന്ന പുസ്തകം രചിച്ചത്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ റിപ്പബ്ലിക് ഓഫ് കൊറിയ. റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സവിശേഷ. സവിശേഷയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിച്ച മലയാള സിനിമ ഏതാണ്? ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിച്ച മലയാള സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഭ്രമയുഗം. ഭ്രമയുഗമാണ് ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിച്ച മലയാള സിനിമ. സംസ്ഥാനത്തെ ആദ്യ കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്ത സർവകലാശാല. സംസ്ഥാനത്തെ ആദ്യ കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്ത സർവകലാശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കേരള ഡിജിറ്റൽ സർവകലാശാല. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് സംസ്ഥാനത്തെ ആദ്യ കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്ത സർവകലാശാല. ലോകത്തിലാദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഏതാണ്? ലോകത്തിലാദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഫിൻലാൻഡ്. ഫിൻലാൻഡാണ് ലോകത്തിലാദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം. ലോകത്ത് ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ലോകത്താദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ജപ്പാൻ. ജപ്പാനാണ് ലോകത്ത് ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം. ഭാരതത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായി മാറിയത് ഏത്? ഭാരതത്തിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായി മാറിയത്? ആൻസർ ഓപ്ഷൻ ബി കുറ്റിച്ചാൽ. കുറ്റിച്ചാലാണ് ഭാരതത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായി മാറിയത്. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കുസാറ്റ്. കുസാറ്റ് സർവകലാശാലയാണ് വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല. കേരളത്തിലാദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലാദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിലാദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക്. ആൻസർ ഓപ്ഷൻ ബി പെൻസ് ടൈഗർ റിസർവ്. പെൻസ് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക്. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് എന്താണ്? വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര്. ആൻസർ ഓപ്ഷൻ ബി നമോ ഭാരത് റാപ്പിഡ് റെയിൽ. നമോ ഭാരത് റാപ്പിഡ് റെയിലാണ് വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര്.